കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് കിടക്കാം. വൈകുന്നേരം ഡൽഹിയിലേക്കുള്ള മടക്കയാത്രയിലാണ് ഈ സംഭവം ഉണ്ടായത്. എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് വൈകുന്നേരം 7:10 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനമാണ്. പക്ഷേ ഇന്നലെ അത് 7:50 പുറപ്പെട്ടത്. ഒരു 30 മിനിറ്റ് ലേറ്റായിരുന്നു. നേരിട്ട് ഡൽഹിയിലേക്കുള്ള വിമാനമാണ്, എയർ ഇന്ത്യ വിമാനമാണ്. ഞങ്ങൾ സാധാരണ പാർലമെൻറ്റിൻ്റെ ബ്രേക്കുള്ള ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നാട്ടിൽ വന്നിട്ട് തിരിച്ച് പാർലമെൻറ്റിലേക്ക് വരുന്നത്, തിരുവനന്തപുരം ബേസ് ചെയ്തുള്ള MP മാരെല്ലാം വരുന്നത് ഈ ഫ്ലൈറ്റാണ്. ഇന്നലെയും അങ്ങനെയാണ്. ഇന്നലെ സാധാരണ കൊച്ചിയിൽ നിന്ന് പോകുന്ന KC വേണുഗോപാലും അതുപോലെ K രാധാകൃഷ്ണൻ MP ഒക്കെ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ യാത്ര ചെയ്തത്. അപ്പോൾ ഞാനും അടൂർ പ്രകാശസ്ഥരെ യാത്ര ചെയ്യുന്നവരാണ്. റോബർട്ട് ബ്രൂസ് സാധാരണഗതിയിൽ തിരുനെൽവേലിയിൽ നിന്ന് അടുത്തുള്ള എയർപോർട്ടിൽ തന്നെ അദ്ദേഹവും ഈ ബ്രേക്ക് ദിവസങ്ങളിൽ ഈ വിമാനത്തിലാണ് ഈ സമയത്തുള്ള വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ 5 MP ഉണ്ടായിരുന്നത്. കൂടാതെ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. 160 യാത്രക്കാരുണ്ടായിരുന്നു. പക്ഷേ വിമാനം ടേക്ക് ഓഫ് ആയി ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. വിമാനത്തിന് റഡാറുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്, റഡാറിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വിമാനം പെട്ടെന്ന് ചെന്നൈക്ക് തിരിച്ചു വിടുകയാണ്, 1 മണിക്കൂറിനകം ചെന്നൈയിലെത്തും ചെന്നൈയിൽ ലാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു സാധാരണ, പക്ഷേ ചെന്നൈയിൽ 1 മണിക്കൂർ കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിയിട്ടും വീണ്ടും 1 മണിക്കൂർ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഫുൾ ഫ്യൂവൽ നിറച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞ് ലാൻഡ് ചെയ്യുമ്പോൾ ഈ ഫ്യൂവലുമായിട്ട് ലാൻഡ് ചെയ്താൽ വലിയ അപകടത്തിലേക്ക് പോകുന്നുള്ളതുകൊണ്ടാണ് 1 മണിക്കൂർ ആകാശത്ത് വട്ടമിട്ട് പറന്നിട്ട് മാക്സിമം ഫ്യൂവൽ കളഞ്ഞിട്ട് ലാൻഡ് ചെയ്യാൻ ആവശ്യമുള്ള ഫ്യൂവലുമായിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് 1 മണിക്കൂർ വട്ടമിട്ട് പറന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ പൈലറ്റ് അനൗൺസ് ചെയ്തു വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു. സാധാരണ ഇതിൽ ലാൻഡ് ചെയ്യുന്നതിനൊരു ബ്രേക്ക് ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊക്കെ കേട്ടു. വളരെ റൺവേയിലോട്ട് ലാൻഡ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ സേഫായിട്ട് ലാൻഡിങ് നടക്കുകയാണ്. പക്ഷേ റൺവേയിലോട്ട് വിമാനം തൊട്ടില്ല എന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അതിഭയങ്കരമായി വിമാനം മുകളിലേക്ക് അതിശക്തമായ ഒരു ടേക്ക് ഓഫാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു. കാരണം വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നത് പൈലറ്റ് അനൗൺസ് ചെയ്തു, ലാൻഡ് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. അതിനുശേഷം ലാൻഡ് ചെയ്യാതെ വിമാനം അതിഭയങ്കരമായി വീണ്ടും ടേക്ക് ഓഫ് വളരെ വേഗത്തിൽ വളരെ ഉയരത്തിൽ ടേക്ക് ഓഫ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും വല്ലാത്ത സിറ്റുവേഷനിലായി. എന്തോ അപകടം മണക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പക്ഷേ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വല്ലാത്ത സിറ്റുവേഷനിലായി. വീണ്ടും ഉയർന്നിട്ട് ഒരു 3/4 മണിക്കൂർ വീണ്ടും വട്ടമിട്ട് പറന്നു. അതിനുശേഷം വീണ്ടും ലാൻഡിംഗ് എന്ന് പൈലറ്റ് അനൗൺസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ഭയം, ഇനിയും ലാൻഡിങ്ങിൽ പ്രശ്നം ഉണ്ടാവുമോ, ലാൻഡിങ് സേഫായി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയവും ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ വളരെ സ്മൂത്തായിട്ട് വേറെ പ്രോബ്ലമൊന്നും ഇല്ലാതെ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലാൻഡ് ചെയ്തതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. റൺവേ ക്ലിയർ ആയിരുന്നു. എന്നാലും ഞങ്ങളെ ആ വിമാനത്തിൽ ഇറക്കി നേരെ അറൈവൽ ഹാളിൽ കൊണ്ടുപോയി VIP ലോഞ്ചിലും മറ്റുമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരുത്തി. ഉടൻ തന്നെ മറ്റൊരു വിമാനം 12:30 അവിടെ നിന്ന് പുറപ്പെടത്തക്ക രീതിയിലുള്ള ഒരു വിമാനം എയർ ഇന്ത്യ അറേഞ്ച് ചെയ്തു. അത് ഏതാണ്ട് 1:30 ആയപ്പോഴാണ് അവിടെ നിന്ന് ഡിപ്പാർച്ച് ചെയ്തത്. 4:30 ആയപ്പോൾ ഞങ്ങൾ. കൊടിക്കുന്നിൽ സുരേഷ് MP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്.